വലിയൊരു ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് NDA സഖ്യവും, എന്നാൽ തീർച്ചയായിട്ടും അധികാരത്തിലെത്തുമെന്ന് INDIA സഖ്യവും പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ നിന്നുണ്ട് ഇപ്പോഴത്തെ നോക്കി കാണാനാണ് എനിക്ക് താല്പര്യം. അതിൽ കേരളത്തിലെ പ്രത്യേകമായിട്ടുള്ള ഒരു റിസൾട്ടിനെ അനലൈസ് ചെയ്യുമ്പോൾ ഒരു വസ്തുത വളരെ വ്യക്തമാണ്. അത് ക്രൈസ്തവ സമുദായത്തോട് അവരുടെ ന്യായമായ ആവശ്യമോട് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ സ്വീകരിക്കുന്ന ചിറ്റമ്മ നയത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്തിൽ കാണാൻ കഴിയും. അതായത് ക്രൈസ്തവ വോട്ടുകൾ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് കരുതി സംസ്കരിച്ചിരുന്ന മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങളെ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഈ ഇലക്ഷൻ ഒരു പരിധിവരെ കാരണമായിട്ടെന്ന് എനിക്ക് തോന്നുകയാണ്. BJPയുടെ ഒക്കെ ആ വിജയത്തിൽ നമുക്ക് ഉറച്ചു കാണേണ്ടതില്ല. JBC കമ്മീഷൻ പുറത്തുവിടാനോ നിർദ്ദേശം നടപ്പിലാക്കാനോ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നടക്കാൻ സാധ്യത. 80:20 സ്കോളർഷിപ്പ് ആ സംവിധാനത്തെ അനീതി കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ അനീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വീണ്ടും അപ്പീലിന് പോയ സാഹചര്യങ്ങള്, EWS വിഷയത്തിൽ സെൻട്രൽ ഗവൺമെന്റ് പരമാവധി കറക്ഷൻസ് വരുത്താനായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിധത്തിൽ അതിന്റെ നിർദ്ദേശങ്ങളും ഗൈഡ് ലൈൻസും മോഡിഫൈ ചെയ്യാൻ അവസരം കൊടുത്തിട്ട് കൂടി കേരളത്തിൽ അത് ക്രൈസ്തവ സമുദായത്തിന് ദോഷകരമായി ഇരിക്കുന്ന ഭാഗങ്ങളെ മാറ്റാതെ അത് നിലനിർത്തിക്കൊണ്ട് EWS വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന തെറ്റായ സമീപനങ്ങള്, ഒരു സമുദായത്തെ മാത്രം പീഡിപ്പിക്കുക, പ്രീണനയം സ്വീകരിക്കുക എന്നുള്ള ഒരു അജണ്ട, അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളും അവയുടെ പോഷക സംഘടനകളും ഒക്കെ കേരളത്തിൽ ഉണ്ട് എന്ന്, പ്രത്യേകിച്ച് സ്ലീപ്പിംഗ് സെൽസുകൾ ഉണ്ടെന്ന് ഇവിടുത്തെ DGPമാര് ഉറക്കെ പ്രഖ്യാപിച്ചിട്ട് അതിനെയൊക്കെ തമസ്കരിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള തീവ്ര പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ജനങ്ങൾ സംശയിക്കുന്ന വിധത്തിലുള്ള സമീപനങ്ങള്, അതുപോലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇതുപോലുള്ള വിഷയങ്ങള് ചർച്ചാ വിഷയമാക്കുന്നത്, അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന വിലക്കയറ്റമായാലും മദ്യമയക്കുമരുന്നിന്റെ പ്രശ്നങ്ങളായാലും അതുപോലെ തന്നെ മറ്റു വിധത്തിലുള്ള മുന്നറിയിപ്പുകളായാലും അതൊക്കെ തമസ്കരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ഭീകര പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ എന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ, ഇതൊക്കെ നിരാശപ്പെടുത്തിയ ഒരു വിഭാഗമാണ് ക്രൈസ്തവ സമൂഹം എന്ന് എനിക്ക് തോന്നുകയാണ്. അതായത് അങ്ങ് പറയുന്നത് ഭരിക്കുന്ന ഇടതുപക്ഷത്തോടുള്ള ഒരു നിലപാടായിട്ട് മാത്രമാണോ, അതോ UDFനും മറുപടി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? പക്ഷേ നമുക്കറിയാം 18 സീറ്റിൽ UDF ജയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. NDA ജയിച്ചിട്ടുള്ളത് ഒരു സീറ്റിൽ മാത്രവുമാണ്. ശരിയായിരിക്കാം, പക്ഷേ നമ്മൾ നോക്കുക, വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരങ്ങളോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള മത്സരങ്ങളോ നേരിട്ട മണ്ഡലങ്ങൾ നോക്കുക. നമ്മള് 17% വോട്ട് അവർ ഓൾറെഡി നേടിക്കഴിഞ്ഞായിട്ട് നമ്മൾ കാണുന്നത്. അത് തന്നെ തിരുവനന്തപുരത്ത് എടുത്താലും ആറ്റിങ്ങലിൽ എടുത്താലും ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, നമ്മൾ തൃശ്ശൂര് കാര്യങ്ങൾ എടുത്താലും ഇതൊക്കെ പല സ്ഥലങ്ങളിലും പത്തനംതിട്ട അടക്കമുള്ള പ്രദേശങ്ങളിൽ നമുക്ക് ഈ ഒരു വെല്ലുവിളി കാണാൻ കഴിയുന്നുണ്ട്. അത് നമ്മൾ മറന്നിരുന്നിട്ട് കാര്യമില്ല, അതിന് നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇതൊരു തുടക്കമാണ്. നല്ല രീതിയിൽ ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപകടം ചെയ്യുമെന്നോ ഒരു മുന്നറിയിപ്പ് ഇതിനകത്തുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അതോടൊപ്പം തന്നെ BJPക്ക് അല്ലെങ്കിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിക്ക് ഒരു അമിതാവേശത്തിന് അവസരമിടാത്ത ജനങ്ങൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് അവരെ ഒതുക്കിയിരിക്കുകയാണ്. അത് അവർക്ക് പുനർവിചിന്തനം ചെയ്യാൻ, അവർക്ക് വരുന്ന പാളിച്ചകളെ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഭരണത്തേക്ക് കൊണ്ടുപോകാൻ നൽകുന്ന ഒരു മുന്നറിയിപ്പായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് ഇതിനകത്ത്. ആ തരത്തിൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് വാസ്തവത്തിൽ നമുക്കറിയാം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിക്ക് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പോടുകൂടി അതിന്റെ തിരിച്ചടി കൊടുത്തത് ഉത്തർപ്രദേശിൽ നമ്മളൊക്കെ പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന അധിക വിദ്യാഭ്യാസമില്ലാത്ത സമൂഹമാണ്. അവിടെയാണ് അത് പരാജയം ഏറ്റുവാങ്ങിയത്. അവിടുത്തെ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങളുള്ള ആ ഒരു സംസ്ഥാനത്താണ് വാസ്തവത്തിൽ ഇന്ദിരാഗാന്ധി ഏറ്റവും കൂടുതൽ അപകടം നേരിട്ടത്. അതുപോലെ ഏതെങ്കിലും വിഷയങ്ങളിൽ ജനങ്ങൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ ഭരണ സംവിധാനങ്ങൾ ഏകാധിപത്യ പ്രവണതകളോ അല്ലെങ്കിൽ തെറ്റായ പ്രവണതകളോ കാണിക്കുകയാണെങ്കിൽ ജനം തിരിച്ചടി കൊടുക്കുമെന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടി, അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇതിനകത്തുണ്ട്. കേരളത്തിലുമുണ്ട്, കേന്ദ്രത്തിലുമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ജനക്ഷേമകരമായ, ജനോപകാരപ്രദമായ, ജനാധിപത്യ ക്രമത്തിന് രീതിയിലുള്ള ഭരണ സംവിധാനത്തെ രാജ്യം ആഗ്രഹിക്കുന്നതിനുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് എനിക്ക് ഇലക്ഷൻ തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേവല ഭൂരിപക്ഷത്തിലേക്ക് NDA അധികം കൂടിയിട്ടില്ല. കേവല ഭൂരിപക്ഷത്തിന് കാര്യമായ വ്യത്യാസമില്ല. 400 സീറ്റ് പ്രതീക്ഷിച്ചെടുത്ത 290 293 സീറ്റിലേക്ക് താഴ്ന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. എങ്കിൽ പോലും അത് മോശമായ കാര്യമല്ല. കാരണം അത് തിരിച്ചറിവിനുള്ള ഒരു തിരിച്ചടിയായിട്ട് താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്
ഈ ഒരു രാഷ്ട്രീയത്തിൽ LDF, UDF, BJP ഈ മൂന്ന് കക്ഷികൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയിരിക്കുന്ന മൊത്തം വോട്ട് പെർസെൻറ്റേജും ഈ വർഷത്തെ വോട്ട് പെർസെൻറ്റേജ് നല്ല താരതമ്യം ചെയ്യുമ്പോൾ ക്രൈസ്തവ വോട്ടുകൾ ഈ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്നെല്ലാം മറ്റു രാഷ്ട്രീയ ക്രൈസ്തവ സഭയുടെ ആശയങ്ങളോട് യോജിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായി മാറിയിട്ടുണ്ടാകുമെന്നാണ് അങ്ങ് പറയുക അല്ലെ? മാറിയിട്ടുണ്ടെന്നാണ് അങ്ങ് പറയുക അല്ലെ? നമ്മൾ കാണുന്ന ഒരു നേർചിത്രം അതാണല്ലോ. കാരണം തൃശ്ശൂർ പോലുള്ള ഒരു പ്രദേശത്ത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയില് NDA അല്ലെങ്കിൽ സുരേഷ് ഗോപി വിജയിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സാന്നിധ്യം വളരെ കൂടുതലുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അത് നമുക്കതിനെ കുറച്ച് കാണാൻ കഴിയില്ല. അപ്പൊ ഇതൊരു മുന്നറിയിപ്പ് ഉണ്ട് ഇതിനകത്ത്. ആ മുന്നറിയിപ്പ് തീർച്ചയായിട്ടും ജനങ്ങൾ എല്ലാ കാലത്തും വിഡ്ഢികളാകില്ല, അവരെ എല്ലാ കാലത്തും വിഡ്ഢികളാക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഒരു പ്രതിപ്രവർത്തനം നമുക്ക് അവിടെ കാണാൻ കഴിയും. അത്